ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. അവിഹിത ബന്ധമുള്ള ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കുവാൻ കഴിയുമോ? മെയിൻ്റനൻസിനെ കുറിച്ച് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ധാരാളം പേർ എനിക്ക് മെസ്സേജുകളും അയച്ചിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ 19/11/2025 ജസ്റ്റിസ് കൗസർ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. CRPC സെക്ഷൻ 125 പ്രകാരം BNSS 144 പ്രകാരം അവിഹിത ബന്ധമുള്ള ഭാര്യയ്ക്ക് ചിലവ് അഥവാ മെയിൻ്റനൻസ് കൊടുക്കേണ്ടതില്ല. ആയതിന് സാഹചര്യ തെളിവുകൾ മാത്രം മതിയെന്ന് ഹൈക്കോടതി പറഞ്ഞു. സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യം, ഭാര്യ ഭർത്തൃ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു, തുടർന്ന് MC ഫയൽ ചെയ്ത് മെയിൻ്റനൻസിന് കേസ് കൊടുക്കുന്നു. തുടർന്ന് ഭർത്താവിനും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും സഹോദരനും അടക്കം എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുന്നു. മേൽപ്പറഞ്ഞ കേസിൽ ഫാമിലി കോർട്ട് ഭർത്താവിനോട് 25,000 രൂപ മെയിൻ്റനൻസ് കൊടുക്കാൻ ഉത്തരവിടുന്നു. ഇതേ തുടർന്ന് ഭർത്താവ് ഇതിൻ്റെ അപ്പീൽ എന്ന നിലയിൽ ഹൈക്കോർട്ടിനെ സമീപിക്കുന്നു. ജിനേഷ് CR വേഴ്സസ് അശ്വതി PR എന്ന കേസിലാണ് മേൽപ്പറഞ്ഞ വിധിയുണ്ടായത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. CRPC സെക്ഷൻ 125, BNSS സെക്ഷൻ 144 പ്രകാരം മെയിൻ്റനൻസിന് കേസ് കൊടുക്കുക, തുടർന്ന് ഭർത്താവിൻ്റെ സമ്പാദ്യം കൈക്കലാക്കുവാൻ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക തുടങ്ങിയുള്ള പ്രവണതകളാണ് കണ്ടുവരുന്നത്. വിവാഹേതര ബന്ധം തെളിയിക്കാൻ ഭർത്താവ് നേരിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതില്ലെന്നും സാഹചര്യ തെളിവുകൾ മതിയാകുമെന്നും ഹൈക്കോടതി പറഞ്ഞു. CRPC സെക്ഷൻ 125(4), BNS സെക്ഷൻ 144(4) പ്രകാരം അവിഹിതം ഉള്ള സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ടതില്ല. ഈ കേസിൽ മെഡിക്കൽ റെക്കോർഡ്സ്, കൗൺസിലിംഗ് ഡോക്യുമെൻറ്റ്സ്, ഭാര്യയെ ചികിത്സിച്ച ഡോക്ടറിൻ്റെ മൊഴി, സാക്ഷിമൊഴി, അതായത് കാമുകൻ്റെ കൂടെ അർദ്ധനഗ്നയായി ഭാര്യ കാറിൽ ഇരിക്കുന്ന കണ്ട സാക്ഷി, ഭാര്യയും കാമുകനും ഒരേ മൊബൈൽ ഫോൺ ടവറിന് കീഴിൽ ഉണ്ടായിരുന്നതിൻ്റെ രേഖകൾ, മെഡിക്കൽ രേഖകളിൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഭാര്യ വിവാഹേതര ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന രേഖപ്പെടുത്തൽ, കോടതിയിൽ അവിഹിത ബന്ധം തെളിയിക്കാൻ ഇവയെല്ലാം ഉപകരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തെളിവുകൾ വാലിഡ് ഡോക്യുമെൻ്റ് ആയിരിക്കണം. ചുരുക്കത്തിൽ അവിഹിതം സ്വന്തം ചിലവിൽ നടത്തണമെന്ന് സാരം. കീപ് വാച്ചിങ് ആമീസ് വേൾഡ് 2025. നന്ദി, നമസ്കാരം.